കൂട്ടത്തിൽ അവർ ജസ്റ്റ് ഒരു കല്ലെടുത്തൊക്കെ അവരിട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ, ഇന്ന് പരിപാടിയൊന്നുമില്ല പ്രത്യേകിച്ച്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ഇപ്പോൾ നോർമലി അറിയണത് രാത്രി വന്ന് കിടക്കുക, രാവിലെ കുറച്ച് നേരം കൂടുതൽ കിടക്കുക, അതന്നെ പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ റൂമിലുള്ള കാതർക്കാരണം മൂപ്പരാൾ ഉമ്മുൽ കുവൈനിൽ പോകുന്നുണ്ട് ചോദിച്ചു. ഈ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാനും കൂടെ പോരാറിന്. എന്നിട്ട് മൂപ്പരാളെന്ന് ലൈസൻസിൻ്റെ ക്ലാസ് ഉണ്ട് പറഞ്ഞു ഉമ്മുൽ കുവൈനിൽ. അപ്പോൾ അങ്ങോട്ട് പോവാച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ ദീപു ചേട്ടൻ ഉണ്ട്. ദീപു ചേട്ടനെ ഇതുവരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല. മൂപ്പരാളെന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് അല്ലേ? രണ്ടു വാക്ക് ഓക്കെ. പിന്നെ നമ്മുടെ ഇപ്പം അത് കൂടാതെ നമ്മളെ കാതർക്ക മൂപ്പരാളാണ് ടെസ്റ്റ്. എന്തെല്ലാം സെറ്റല്ലേ? സെറ്റാണ്. ക്ലാസ്സാണ് ഇപ്പം എന്നുള്ളത്. ഓക്കെ, നമുക്കിന്ന് അവിടെ എത്തിയിട്ട് കാണാം. മൂപ്പരാളെ ഇക്ക ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സിന് പോയിക്കാണ്. എന്തോ 1 മണിക്കൂർ എന്തോ ക്ലാസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് ഒരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ഫുഡ് കഴിക്കണം എന്നുണ്ട്. അപ്പോൾ ചിലപ്പം ഫുഡ് കഴിക്കാൻ പോകും. ഇതിൻ്റെ ഇടയിൽ ഒരാൾ വരെ 1 മണിക്കൂർ എന്തായാലും പിടിക്കുന്നതാണ് പറഞ്ഞത്. ഉമ്മുൽ കുവൈനിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ SDI എന്തോ സ്വീഡനോ അങ്ങനെ എന്തോ പേരാണ്. ഇതേമാതിരത്തെ ട്രക്കിലാണ് ആൾക്ക് ട്രെയിനിങ് തോന്നുന്നു. 5-ാം തീയതിയാണ് ടെസ്റ്റ് വരുന്നത്. ഇന്ന് മൊത്തം ക്ലാസ്സാണ് തോന്നുന്നു. ടെസ്റ്റ് ഓരോ ദിവസമാണ് തോന്നുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ കാതിർക്കാനെ ഇപ്പോൾ അവിടെ ഗ്രൗണ്ടിലൊക്കെ ആക്കി മൂപ്പരാൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. എന്താ ഇതിൻ്റെ പേര്? ടേസ്റ്റി ഫുഡ് പറഞ്ഞിട്ട് ഒരു ഐറ്റം ആയിരുന്നു. കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചു. മൂപ്പരാൾ നിങ്ങളെന്താ കഴിച്ചു? ഇഡ്ഡലി കഴിച്ച്, ഞാൻ പൊറോട്ട കഴിച്ച്. പിന്നെ മൂപ്പരാൾക്കുള്ള ഭക്ഷണം വാങ്ങും ചെയ്തു. പിന്നെ അവിടുന്ന് ഒരു സ്പെഷ്യൽ കറക്കിട്ടി എന്നൊക്കെ പറഞ്ഞു തന്ന്. കടക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. വേറെന്തൊക്കെ ഇനി അടുത്ത പ്ലാൻ നമ്മൾ സൂപ്പർ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് നേരെ ഫിഷ് മാർക്കറ്റ് ഉമ്മുൽ കുവൈനിൽ തന്നെ കുഴപ്പമില്ലാത്ത അവിടെ ഫ്രഷ് മീൻ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ കൂടിയും പോയിട്ട് നമുക്ക് കാണിച്ചാൽ ഓക്കെ. ഈ പോണ ട്രിക്കിലാണ് മൂപ്പരാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഏകദേശം 1 മണിക്കൂറത്തെ ട്രെയിൻ ചെയ്യാൻ തോന്നുന്നു ടൈം. ആൾ വരുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ മൂപ്പരാളെയും കൂട്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ ഫിഷ് പോർട്ടിൻ്റെ അവിടെ എത്താറായി. അപ്പോൾ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടെ അതേമാതിരി ഒരു മീൻ ചാടാൻ നിൽക്കണ മാതിരത്തൊരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. റൗണ്ട് അബൌട്ടിൻ്റെ അവിടെ ആയിട്ട് ഇവിടുന്ന് നേരെ റൈറ്റ് എടുത്ത് നേരെ നമ്മൾ പോർട്ടിൻ്റെ ഫ്രണ്ടിലാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ മൊത്തം നമ്മൾ നേരെ കാണുന്ന കായലാണ്. കായൽ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ആംബിയറൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതിൻ്റെ താഴെ ഒരു സംഭവം കണ്ടിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഇത് കാണുന്നുണ്ടോ? അത് നോക്കി ഒരു കൂട്ടത്തിൽ മീൻ നിൽക്കുന്നൊക്കെ ജസ്റ്റ് ഇളക്കിയ മൊത്തത്തിൽ പോവും. ഒരു കൂട്ടത്തിൽ നമുക്ക് ജസ്റ്റ് ഒരു കല്ലെടുത്തൊക്കെ അവരിട്ടെ. മാർക്കറ്റിൻ്റെ അവിടെ പോവാ ഗൈസ്. കാക്കയുണ്ട്, ദീപു ചേട്ടനുണ്ട്. മീൻ കിട്ടുമോ? മാർക്കറ്റ് നമ്മൾ കാണുന്നുണ്ടോ? അവിടെ ആയിട്ടാണ് മാർക്കറ്റ് ഉള്ളത് ഗൈസ്. അപ്പോൾ മീൻ കിട്ടുമെന്ന് ഉറപ്പില്ല. കാരണം ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം കേട്ടോ ഗൈസ്. അങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഏതൊക്കെ മീനുള്ളത്? വേളാപ്പാര, ഞണ്ട് ഉണ്ട് അല്ലേ? നമ്മളേതൊന്നും വാങ്ങണ്ടോ? ഓക്കെ ഓക്കെ. ഇതാണ് ഉമ്മുൽ കുവൈൻ ഫിഷ് മാർക്കറ്റ്. മനസ്സിലായ? അങ്ങനെ ഇതേതാ മീൻ? ഓക്കെ. വേളാപ്പാര അത് കിലോ 25. ഏതാ വേളാപ്പാര? അടുത്തോ നോക്കാം. നമ്മുടെ നാട്ടിലെന്താ പറയാ? അതിന് വറ്റാപ്പാരന്നൊക്കെ പറയും. ഏത്? ഐക്കോറ.
എടാ ഈ ലാസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താ 25. എടാ എത്ര ഉണ്ട് നോക്കാം 85 പല ഐറ്റം മീൻസ് ഉണ്ട് കേട്ടോ ഗൈസ്. പേരൊന്നും അറിയില്ല, നമുക്കാകെ 2-3 പേരേ അറിയുള്ളൂ. മനസ്സിലായോ? അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അധികം നമ്മുടെ നാട്ടിലത്തെ മാതിരി തന്നെ കുറേ മൊത്തത്തിൽ ഓരോരോ ഷോപ്പായിട്ട് ഓരോരുത്തർ ഇട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തില്ലേ ഇങ്ങനെ പറഞ്ഞ് വിശക്കിയാലുള്ള അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കുറഞ്ഞ് കിട്ടുക. നാട്ടിലത്തെ മാതിരി തന്നെ 1 കിലോന് 20 ദിർഹംസ് 50 ദിർഹംസ് അങ്ങനെ ഒരു പറയുന്ന വരെയാണ്. നല്ല ഫ്രഷ് മീൻ കിട്ടും നമുക്ക് ഇവിടെ വന്നാൽ. നമ്മൾ ഒടുവിൽ നമ്മളൊരു മീൻ എടുത്തിട്ടുണ്ട്. എന്താ ഏതാണ് മീൻ ഏതാ? വെള്ളാപ്പാര. ഇല്ല, തൂക്കിയിട്ടില്ലല്ലോ. കൂടാതെ നമ്മൾ അയലം കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ഓക്കെ, ഏകദേശം കുഴപ്പമില്ലാത്ത മാർക്കറ്റാണ്, അത്യാവശ്യം വലുപ്പമുണ്ട്. നാട്ടിലത്തെ പോലെ തന്നെ ഗൈസ്, വേറെ മാറ്റമൊന്നുമില്ല. മനസ്സിലായോ? അപ്പുറത്ത് 20 പറയുന്നെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് 15, 10 അങ്ങനെ തന്നെ. നമ്മളിങ്ങനെ എല്ലായിടത്തും അന്വേഷിച്ച് നമുക്ക് നല്ല റേറ്റിന് കിട്ടും സാധനം. ഓക്കെ. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഏരിയയിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ വരുന്നത്, അൽ ഹസൻ സ്റ്റുഡിയോ. ഇനി നമ്മൾ ആഫ്റ്റർ 4 PM ഓപ്പൺ ആക്കുക. ഈ ഏരിയയാണ് നമ്മുടെ ഏരിയ വരുന്നത്. നമുക്ക് റൂമിൽ പോവാന്ന. നീ എടുത്തില്ലേ? ചാവിണ്ട്. അങ്ങനെ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടല്ലേ അയക്ക. ഫ്ലാറ്റ് നമ്പർ 5. എന്താ തുറയാൻ മടി? ഓക്കെ, ലോക്കാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, എത്തിക്കഴിഞ്ഞു. നമ്മളെ സ്ഥലം മാറിയിട്ട് അങ്ങോട്ടായിട്ടുണ്ട്. ഇപ്പോൾ ടൈം 1:15 കഴിഞ്ഞു, 1:50 കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് പോയതാണ്. കുറച്ച് തിരക്കായി, ഡിലേ ആയി. മൂപ്പരാളെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരാൻ. എന്നിട്ട് പള്ളിയിലൊക്കെ പോയി നേരെ ഇപ്പോൾ വരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.